ഓ അതെയാ. ആ, കമ്മിറ്റിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാ? പണ്ട് ഞാൻ സ്കൂളിൽ നിന്നെല്ലാം പഠിച്ചിന്. വേണമെങ്കിൽ നോക്കാപ്പാ, തിരുവാതിരയോ ഡാൻസോ. പിന്നെ ചർച്ച എല്ലാരും കൂടിട്ട്. ആ, നീ വാ, നിന്നെ കൊണ്ട് തന്നെയാ പറയത്. നീയല്ലേ നമ്മളെ കൂട്ടത്തിലെ ഡാൻസ് കാരി. നമുക്ക് തിരുവാതിര കളിച്ചാലോ? ഏടാ നവമി അമ്പലത്തില് അമ്പല പരിപാടി നിന്നോട് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇന്നലെ പറഞ്ഞിനെ. നമുക്ക് നോക്കാം എന്നാലും എല്ലാവർക്കും കൂടിട്ടൊന്ന്. അതെ, നിന്റെ അഭിപ്രായം എന്നാ? എല്ലാവർക്കും സമ്മതം ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം എന്നാലും എല്ലാവർക്കും. എടാ എന്നാ പിന്നെ നമ്മൾ ഇത്ര ആളില്ലേ? അതെ, നമ്മളെല്ലാരും ഉണ്ടല്ലോ. ഒരാളെ കുറവുണ്ട് കേട്ടാ. ഒരാളെ ഞാൻ നിന്റെ കൂട്ടുകാരത്തിണ്ടെങ്കിൽ നീ ചോദിക്കുവാ, എന്നിട്ട് ഓളോട് ഒന്ന് വരാൻ പറ. അതെ, ഇന്ന് വിളിച്ച് ചോദിച്ചോക്കാം. ഇന്ന് വൈകുന്നേരത്തേക്ക് തുടങ്ങാം. അല്ല, ഒരു 5 മണി നമുക്ക് എല്ലാരും ഒന്ന് ഇടത്തേക്ക് എത്തിക്കും കേട്ടാ. നമുക്ക് ഇവിടുന്ന് ഇന്നോട്ട് പ്രാക്ടീസ് ചെയ്യാ, എന്നാ വെച്ചാൽ സമയമില്ല. എന്നാ പിന്നെ എല്ലാരും 5 മണി ആകുമ്പോഴത്തേക്ക് വാട്ടാ. പിന്നെ ഞാൻ എന്റെ ഭർത്താവിനോട് പറയാം, കമ്മിറ്റിക്ക് പറയാൻ വേണ്ടി. അപ്പൊ ഏട്ടനോട് പോയി പറഞ്ഞ സെറ്റ് ആക്കട്ടെ. നമുക്ക് അന്നേ ദിവസം തിരുവാതിര കളിക്കാം. കേട്ടാ. പിന്നെ എല്ലാരും എത്തിക്കും 5 മണി നമുക്ക്. ഇന്ന് 5 മണിയാകുമ്പോഴത്തേക്ക് വരാൻ പറയണം അല്ലെ? അപ്പൊ ഓളോടെല്ലാം പറഞ്ഞ് സെറ്റാക്ക്. അപ്പൊ എല്ലാവർക്കും ഓക്കെ, വൈകുന്നേരം കാണാം. അല്ല, നമ്മളിനി ഇതാരെ പഠിപ്പിക്കുവാ? നീ പഠിപ്പിക്കൂലേ? എനക്കറിയില്ലേ, പണ്ടെങ്ങാനും പഠിച്ചത്. നീ പഠിപ്പിക്കുമെന്ന് വെച്ചിട്ടാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ ആ സരസ്വ ടീച്ചറില്ലേ, ആ ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കിയാ. നീ നമ്പർ ഇല്ലേ? ടീച്ചർ നമ്പർ ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കി. ടീച്ചർ വരുവാ? നോക്കിയോ, നീ വിളിച്ചു നോക്കി. വരുവാ അമ്പലത്തിലേക്കല്ലേ? ഹലോ, സരസ്വതി ടീച്ചറല്ലേ? ഇത് മീനാക്ഷിയാന്നേ. ടീച്ചറെ, നമുക്ക് അമ്പലത്തിലേക്കുള്ള പരിപാടിക്കൊക്കെ ഒരു തിരുവാതിര വിളിക്കണേനല്ലോ. ടീച്ചർ ഇല്ലേ, ഇന്ന് വൈകുന്നേരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ടീമൊക്കെ ആയി, അംഗങ്ങളെല്ലാവരും ആയി. സമയമുണ്ടോ ടീച്ചറെ? 5 മണിക്കൊക്കെ ആവോ ടീച്ചർക്ക്? ഞങ്ങൾ വേണമെങ്കിൽ ടീച്ചറെ വീട്ടിലോട്ട് വരാം. അതെ, അത്ര ദിവസമല്ലേ ഉള്ളൂ ഇനി. ഇല്ല, പെട്ടെന്ന് തീരുമാനിച്ചതാ. എന്നാ ശരി, ഓക്കെ. താങ്ക് യു ടീച്ചറെ. സമ്മതിച്ചിട്ടുണ്ട്. നീ വിളിച്ചു പറയില്ല വീട്ടിൽ നിന്ന്? എന്റെ അടുത്ത് നമ്പർ ഇല്ല. അവരെ ഞാൻ വിളിച്ചു പറയാം. കുട്ടികളെന്നപ്പ വരാത്ത? 5 മണിക്ക് എത്തണോന്ന് പറഞ്ഞില്ലേ ഞാൻ പഠിപ്പിക്കേ? ഓ, വരുന്നുണ്ടാ? ഇന്ന് വേമ്പാ മക്കളെ, നേരം വൈകില്ല, വേമ്പാ. ഇല്ലപ്പ, കുറച്ച് സമയമായല്ലോ. ഒന്ന് ഞാൻ കണ്ടിട്ട് നോക്കിയാട്ടെ. ഇപ്പൊ കാണിച്ചിട്ടില്ല 2 സ്റ്റെപ്പ്. അവരൊന്ന് കളിച്ച് ഞാൻ നോക്കട്ടെ. ടീച്ചറോട് ഇരിക്കാട്ടാ. കളി. നാളെ വരാം. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ടീച്ചറെ അടുത്ത് പറഞ്ഞാൽ വേഗം പഠിക്കാൻ പറ്റും. എല്ലാവർക്കും വേഗം ആയിട്ടില്ലേ? നമുക്കില്ലേ സമയം കിട്ടുമ്പോ എന്നാ വന്നിട്ട് ഇരുന്ന് പഠിക്കാല്ലേ? പറഞ്ഞ ദിവസം പോയി. ഇനി 2 ദിവസം നിന്റെ ബ്ലൗസ് അടിച്ച് കിട്ടിയാ? അന്റെ ഇന്ന് വൈകുന്നേരം പോയിട്ട് വാങ്ങണം സാരീന്റെ. നിങ്ങൾ കിട്ടിയാണേ? ഫാൻസി സാധനം വാങ്ങണ്ടേ? എന്നിട്ട് നമുക്ക് പോയിട്ട് എപ്പോ വാങ്ങുവാ? സന്ധ്യയും കൂടി വരട്ടല്ലേ, എന്നിട്ട് തീരുമാനിക്കാം. വേണിക്ക് നാളെ പോവാം. നമുക്ക് ടൗണിൽ പോയിട്ടുള്ള വാങ്ങിയിട്ട് വരാം. എന്നാല് ഓളും കൂടി വരട്ടെ. നമ്മളെ പുതിയ ചങ്ങായില്ലേ നിഷ, നല്ലോണം ഡാൻസ് കളിക്കണ്ടല്ലേ? നമ്മക്കൊന്നും അത്ര ആവുന്നില്ലല്ലോ. ഓള് നല്ല വൃത്തി കളിക്കുന്നുണ്ട് കേട്ടാ. ആരും പറയുന്നുണ്ട് കേട്ടാ, അവള് ഭയങ്കര കളിക്കും, നല്ലോണം ഡാൻസ് കളിക്കും. പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നില്ല, കാണുന്ന രസമല്ലേ? ഓ, ക്ലാസിക്കൽ ഡാൻസ് കളിച്ചതാ. അതന്നെയല്ലാണ് ഇത്ര നന്നായിട്ട് കളിക്കുന്നത്. നല്ല ഉണ്ടല്ലേ കളി കാണാനോ? ഓ, അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതന്നെയല്ലാണ് ഓള് തിരുവാതിരയെല്ലാം നല്ല സിമ്പിളായിട്ട് കളിക്കുന്നല്ലേ? ടീച്ചർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് കേട്ടോ അവളാ. ഓ, നീ വന്നാ? ബ്ലൗസ് എല്ലാം അടിച്ചു കിട്ടിയാണേ? ഞാനില്ല. എന്നാ വിടുന്നില്ല? വീട്ടിന്ന് വിടുന്നില്ല. എന്നാ ഒന്നും നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, എന്നാന്ന് പറ. എന്നാ നീ സംഭവം എന്നാ? നമ്മളെ കൂട്ടത്തിൽ പുതിയതായി വന്ന വീട്ടില്ലേ, ഓളേതാ ജാതി? അമ്മ എനക്കറിയില്ല. എന്നാ മകളോട് ചോദിച്ചു നോക്കേണ്ടി വരും. എന്നാ സന്ധ്യല്ലേ ഊട്ടീന്? അതെ. സന്ധ്യക്ക് അറിയില്ല? അറിഞ്ഞിട്ട് പറയാണ്ട് നിന്നാന്ന് ആർക്കറിയാം? എന്നാ സംഭവം നീ പറയുന്ന? ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തെ കൂട്ടണ്ട. നമ്മള് പണ്ടേയുള്ള ഫ്രണ്ട്സ് അല്ലേ. ഓളേതാ ജാതി എന്നറിയാം എനിക്ക്? ഇല്ല, പറയുന്നേ. അതാണ് ജാതി. എന്നിട്ട് പിന്നെ ആരും പറയാനേ? നമ്മളെ കൂട്ടത്തെ കൂടാൻ പറ്റിയത് അത് സന്ധ്യ വരട്ടെ. ഞാനില്ല, അതുകൊണ്ട് ടീച്ചറോടും പറയാ. സന്ധ്യയിലെ കൂട്ടിനി സന്ധ്യയോട് പറയാ. ഞാനും ഇല്ല. എന്നറിക്കട്ടെ, അന്യം വിടുവൊന്നുമില്ല ഇങ്ങനെ അറിഞ്ഞെങ്കിൽ. അതെ, പക്ഷെ ഇതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നേർക്ക് അങ്ങ് പറഞ്ഞാ പോരെ? അല്ല, ഇത് ടീച്ചർ അറിഞ്ഞാലോ? ടീച്ചർ അറിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. ടീച്ചർക്ക് ഇതിലെല്ലാം നല്ല ഇതുള്ളതാ. നമ്മളെ കൂട്ടത്തിൽ വന്ന ആളായതുകൊണ്ട് നമ്മളെ പോലെ തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ടീച്ചർ പഠിപ്പിക്കാൻ ഇരുന്നിട്ടുണ്ടാവുക. അല്ല, ടീച്ചർക്ക് ആ കുട്ടീനെ നല്ല ഇഷ്ടമായിരുന്നു.
നല്ലോണം കളിക്കൊന്നുമില്ലണേ. ഇപ്പൊ മനസ്സിലായി വെറും കള്ളിയാന്ന്. ഇനി ഇന്ന് സന്ധ്യ വരട്ട് ഓക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് വേറെ ആളെ ആക്കാനാവുക. ഇനി എവിടുന്ന് കിട്ടാനാ നോക്കാം. ഇനി എവിടുന്ന് അയ്യാ നോക്കാതെ കളി എന്തായാലും നിർത്താൻ പറ്റില്ല. ആ കുട്ടിയെ ഒഴിവാക്കുക, അത്രേ രക്ഷയുള്ളൂ. ഓളിങ് വരട്ടെ. എല്ലാവരും ഇവിടെ ഉണ്ടാ? ഞാൻ ബ്ലൗസ് വാങ്ങാൻ വേണ്ടി പോയതാ. എല്ലാരും ബ്ലൗസ് കിട്ടിയാ? എന്റെ അടിച്ചു കിട്ടിയേട്ടാ. എന്താ ചേച്ചി ആരും എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ എല്ലാവർക്കും പറ്റിയേ? എന്നാന്ന് എനിക്ക് നമ്മളെ മുഖത്തുനിന്ന് തിരിഞ്ഞിട്ടില്ല. എന്നാന്ന് എന്താ എല്ലാവർക്കും എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട്. എന്താ ചേച്ചി പ്രശ്നം? പ്രശ്നമുണ്ട്. നമ്മള് തിരുവാതിര കളിക്കുന്നത് നമ്മൾ ക്യാൻസൽ ആക്കി. നീ ഒരാൾ കാരണം നമ്മളെ തിരുവാതിര ക്യാൻസൽ ആക്കില്ല. ഞാൻ എന്ത് ചെയ്തു? എന്താ പറ്റിയേ? ആന്ന് എനിക്കറിയില്ല എന്താന്നില്ലേ. എന്താ പ്രശ്നം? നിന്നെ കൂട്ടി സന്ധ്യ എടുത്ത് ഓളെ കാണാത്തെ. ചേച്ചി വരുന്നുണ്ട്. അവളെ കാണട്ടെ. ഓളെ നിന്നെ കൂട്ടിയത് എന്താ പ്രശ്നം ചേച്ചി? 2 ദിവസം കൂടി നവമിക്കില്ലോ. അപ്പൊ നമുക്ക് തിരുവാതിര കളിക്കണം നാട്ടിലെ. ഞാൻ നന്നായി കളിക്കുന്നുണ്ടല്ലോ ചേച്ചി. ഞാൻ നന്നായി കളിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാം നീ കളിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെന്താ ചേച്ചി പ്രശ്നം? നീ കള്ളത്രം പറയല്ലേ. ഇങ്ങനെ കള്ളത്രം പറഞ്ഞാ നിനക്കറിയാം നമ്മളല്ല ഏത് ജാതിയാ നിനക്കറിയാം. ജാതിയിലൊക്കെ എന്താ ഇരിക്കുന്ന ചേച്ചി? എന്നോട് ആരും ജാതി ചോദിച്ചിട്ടില്ലല്ലോ. എനിക്കറിയാം നമ്മളെ ഏതാ ജാതി. നമ്മളെ മുന്തിയ ആൾക്കാരാണ്. നിന്നെപ്പോലത്തെ താഴ്ന്ന ജാതിക്കാർപ്പരം കളിക്കാൻ നമ്മൾ ഉണ്ടാവില്ല ചേച്ചി. അതിന് എന്തിനാ ചേച്ചി ജാതി? നമുക്ക് അമ്പലത്തിൽ നിന്നല്ലേ കഴിക്കുന്നത്. അമ്പലത്തിൽ നിന്നല്ലേ കളിക്കാൻ വിടൂല. എന്തുകൊണ്ട് വിടൂല? നമുക്കൊരു കാര്യം ടീച്ചർ വിളിച്ചോക്കാം. ടീച്ചർ പഠിപ്പിക്കാൻ നോക്കാലോ. ടീച്ചർ എന്താ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടി ക്യാൻസൽ ആക്കാൻ തീരുമാനിച്ചിട്ട്. അങ്ങനെ പറയല്ലേ ചേച്ചി. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പഠിച്ചതാണ്. അതിന്റെ മാത്രല്ല ഇത് എല്ലാ ആൾക്കാരും പറഞ്ഞതും വേണ്ടാന്നെ പറഞ്ഞത്. തിരുവാതിര ക്യാൻസൽ ആക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാകുന്നതിനെ കൊണ്ട് എന്നാ ഒരു ഇത് ഉപദ്രവം ഉണ്ടാവുക? നിങ്ങൾക്കില്ലേ? എല്ലാവർക്കും ഇല്ലേ? ഇവിടെ വേണമെന്നുണ്ടോ? അപ്പൊ നീ തീരുമാനിക്കും. നീയാണോ കളിക്കുന്നത് അല്ലെ നമ്മളാണോ കളിക്കുന്നത്? ഞാനൊരാള് കാരണം ഇവരെല്ലാരും നിങ്ങളെല്ലാരും കളി ഒഴിവാക്കണ്ട ചേച്ചി. ഞാൻ പോയിക്കോളാം. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂട്ടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരാർക്കും താല്പര്യമില്ല. നമ്മളോട് വീട്ടിൽ നിന്ന് പറഞ്ഞത് കളിക്കണ്ടെന്നാ പറഞ്ഞത്. ടീച്ചറോട് പറയാ. ഞാൻ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എന്നെ കൂട്ടുവോ? ഞാൻ ടീച്ചറെ വിളിച്ചോളും. ഭയ്യോ ഞാൻ വിളിക്കാം ടീച്ചറാ. എന്നെ വിളിച്ചോളൂ. എന്നാ ഞായറാഴ്ച നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല ചേച്ചി. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ആ കാര്യം സോൾവ് ആയി. ഇനി നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാം. നമുക്കൊന്ന് വേഗം നോക്കിക്കൂടെ? എന്റെ അനിയത്തി ഉണ്ടെന്നാ ഞാൻ ഓളോട് ചോദിച്ചു നോക്കട്ടെ. എന്നാ പിന്നെ വേഗം ചോദിച്ചിട്ട് വേഗം എന്നാ പറ. നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂലോ വേഗം? ഓള് വേഗം നൃത്തം ചെയ്യുന്ന ആൾക്കാരാ. തിരുവാതിര വേഗം പഠിച്ചോളൂ. അതെയാ? എന്നാ ഒന്ന് വേഗം നീ പഠിപ്പിക്കണം കേട്ടോ വീട്ടിന്ന്. മുത്തശ്ശി ഞാനിന്ന് പോവാട്ടാ. ഇന്നല്ലേ മോളെ അരങ്ങേറ്റോ? അതെ മുത്തശ്ശി വരണേ. അമ്മ വണ്ടിയൊക്കെ ആക്കിയിട്ടുണ്ട്. നോക്കിട്ട് വരാട്ടാ. നോക്കി വരാട്ടാ. മാത്രല്ല ഇത് ടീച്ചറെ പരിചയപ്പെടുത്തതല്ലേ. ഞങ്ങളെ നിഷ ടീച്ചറാ. എന്നാ എന്റെ മുത്തശ്ശി വരാട്ടാ. ആയിക്കോട്ടെ. മോള് പോടെ. ടാറ്റാ. നന്നായിട്ട് സന്തോഷായി. മുത്തശ്ശിക്ക് ഇത് കണ്ടേരോ. മുത്തശ്ശിയുടെ ജീവിതത്തിൽ ഇതും കൂടി കാണാനുള്ള ഭാഗ്യം മുത്തശ്ശിക്ക് ഉണ്ടായല്ലോ. എൻ്റെ കൊച്ചുമോൻ്റെ അരങ്ങേറ്റം കൂടി കാണാനില്ലത്. സന്തോഷായി മുത്തശ്ശിക്ക്. കേട്ടാ എന്റെ മോളെ ഡാൻസ് മുത്തശ്ശി മുഴുവൻ കണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ നിഷ ടീച്ചർക്കാ. ടീച്ചർ കൊടുത്തു. മുത്തശ്ശി കാണിച്ചു തന്നാട്ടെ ടീച്ചറാ. ടീച്ചർ അടുത്തോട്ട് പോകാം മുത്തശ്ശി നമുക്ക്. പോകാവാ. അതെ നന്നായി എല്ലാരും ഡാൻസ് ടീച്ചറേ. ഓ ഞാൻ ഇപ്പൊ ഡാൻസ് കളിച്ചത് നന്ദനേന്റെ മുത്തശ്ശിയാ. ആണോ? ആ ഭരതനാട്യം കളിച്ച കുട്ടീന്റെ അല്ലേ? എന്താ പേര്? സരസ്വതി. സരസ്വതി ടീച്ചറല്ലേ? ടീച്ചറാന്നേ. ടീച്ചർക്ക് എന്നെ മനസ്സിലായി? ഇല്ല ടീച്ചർക്ക് മനസ്സിലായില്ല. ഞാൻ നിഷയ ടീച്ചറെ. പണ്ട് തിരുവാതിര കളിക്കാൻ വന്ന ടീച്ചറുടെ കൂടെ നാട്ടില്. നിഷയാണോ? ടീച്ചർക്ക് മനസ്സിലായില്ല കുട്ടിയെ. അതെ ടീച്ചറെ കൊച്ചുമോളെ ഞാനല്ലേ നൃത്തം പഠിപ്പിക്കുന്നത്. എങ്ങനെയാ ഈ നൃത്ത അധ്യാപികയായിട്ട് ഇവിടെ? അത് അന്നത്തിന് ശേഷം എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ടീച്ചറെ ഡാൻസ് പഠിക്കണമെന്ന്. ആ ആഗ്രഹം മനസ്സിൽ വെച്ച് ഞാനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി. എല്ലാ കുട്ടികളെയും ജാതി മതവും നോക്കാണ്ട് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും ഇന്ന് നല്ല നിലയിലാണ് ടീച്ചറെ. ടീച്ചറെ കൊച്ചുമോളെയും പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നതിൽ നല്ല ഭാഗ്യം തോന്നുന്നത്. ടീച്ചർ ചാകുന്നതിനടുക്ക് മോളെ കാണാൻ പറ്റിയില്ലേ? എന്റെ മോളെ കൊച്ചുമോളെ ടീച്ചറാ പഠിപ്പിക്കുന്ന എനിക്ക് അറിയില്ലേനു. ടീച്ചർക്ക് തെറ്റ് പറ്റിപ്പോയി. മോളെ ടീച്ചറാന്ന് നല്ല നിലയിൽ എത്തിക്കേണ്ടത്. ഈ ടീച്ചർക്കല്ലേ തെറ്റ് പറ്റിപ്പോയത്. സാരമില്ല ടീച്ചറെ. ടീച്ചറോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. അതീ മതവും നോക്കാൻ പാടില്ല. ടീച്ചർക്ക് ആ തെറ്റ് പറ്റിപ്പോയി. മോള് അയ്യോ ടീച്ചറെ ഞാൻ അങ്ങനെ ഒരിക്കലും കരുതാറില്ല. അല്ലെങ്കിലും ജാതി മതവും നോക്കിയല്ലോ നമ്മൾ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുക. കല എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടിയ എല്ലാ കുട്ടികളും അത് ജാതി താണതോ മുന്തിയതോ എന്നില്ല. എല്ലാ കുട്ടികളെയും ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചറെ. ടീച്ചറുടെ മോളെയും പഠിപ്പിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യം. ഇത് കേട്ട ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായി മോളെ കേട്ടാ. ഓക്കെ ടീച്ചറെ.